Good afternoon. So, we in the Hospital Information System Basic Chapter 49 ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. Good afternoon, ma'am. Okay, കിട്ടിയോ? Hospital Information System Chapter 49. Okay, start ചെയ്യാം. Okay, നോക്കിക്കോളൂ. ഇൻട്രൊഡക്ഷൻ പാർട്ടിലോട്ട് നോക്കിക്കോളൂ. എന്താണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ആണ്, അല്ലെങ്കിൽ എന്താണ് ഒരു സോഫ്റ്റ്വെയർ ആണ്. ഹോസ്പിറ്റലുകളിൽ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. So, hospital information systems provide a general source of information about a patient's health history and doctor's scheduled timing. The system must keep data in a secure place and control who can get the data in certain situations. എന്താണ് ഹോസ്പിറ്റൽസിലെ ക്ലിനിക്കൽ പ്രോസസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതിനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അതായത് ഹോസ്പിറ്റൽസിലെ ക്ലിനിക്കൽ പ്രോസസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ എന്തൊക്കെയായിരിക്കാം? പേഷ്യന്റിന്റെ ഹെൽത്ത് ഹിസ്റ്ററി എന്ത് ചെയ്യുക, ഹെൽത്ത് മെഡിക്കൽ ഹിസ്റ്ററി റെക്കോർഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ക്രിയേറ്റ് ചെയ്യുക. അതുമല്ലെങ്കിൽ എന്താണ് ഡോക്ടേഴ്സിന്റെ ഷെഡ്യൂളിംഗ് ടൈമിംഗ് എന്താണ് ഷെഡ്യൂൾ ചെയ്യുക. അതല്ലെങ്കിൽ എന്താണ് ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടറെ കണ്ടു, അതിനുശേഷം എന്താണ് ഫാർമസിയിൽ പോയിട്ട് അവിടെ നിന്ന് മരുന്നൊക്കെ വാങ്ങുന്നുണ്ട് അല്ലെ. അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യുന്നതിനുള്ള, ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള, അല്ലെങ്കിൽ മെൻഷൻ ചെയ്യുന്നതിനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? The system must keep data in a secure place and control who can get the data in certain situations. സോ നമ്മൾ കളക്ട് ചെയ്യുന്ന പേഷ്യന്റിന്റെ റെക്കോർഡ് എല്ലാം നമ്മൾ എന്താണ് കീപ്പ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റാസ് സേഫ് ആയിട്ട് കീപ്പ് ചെയ്യാനും, അതേപോലെ തന്നെ എപ്പോഴാണോ ആവശ്യം വരുന്നത് ആ സമയത്ത് അത് സേഫ് ആയിട്ട് യൂസ് ചെയ്യാനും കഴിയുന്നതാണ്. അതായത് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്നു, ഓക്കെ, ഡോക്ടറെ കണ്ടു, അതിനുശേഷം എന്താണ് ഫാർമസിയിലോട്ട് മെഡിസിൻസ് വാങ്ങാനായിട്ട് പോകുകയാണ്. അപ്പൊ ഫാർമസിയിൽ ഇരിക്കുന്ന സ്റ്റാഫിന് ആ ഫാർമസിയിൽ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ എന്താണ് ആ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി ഡോക്ടർ എന്ത് മരുന്നാണോ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അത് ചെക്ക് ചെയ്ത് അതിനനുസരിച്ചുള്ള മരുന്ന് നൽകാനായിട്ട് എവിടെയാണ് ഫാർമസിയിൽ ഇരുന്നു കൊണ്ട് തന്നെ എന്താണ് കഴിയുന്നതാണ്. ക്ലിയർ ആണോ? സോ അതിനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ എല്ലാവർക്കും? സോ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഒരു സോഫ്റ്റ്വെയർ ആണ്, ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ആണ്. ക്ലിനിക്കൽ പ്രോസസ്സ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതിനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് വൺ നോക്കിക്കോളൂ. ഹോസ്പിറ്റൽ മെസ്സേജ് ക്ലിയർ ആയില്ല, എന്തായിരുന്നു? നെക്സ്റ്റ് നോക്കിക്കോളൂ. ഹോസ്പിറ്റൽ നോട്ട് ആയിട്ട് തരുമോ മാഡം? നോട്ട് നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടല്ലോ, എന്നിട്ട് MCക്ക് തന്നേക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ എഴുതി വെക്കാം. ഓക്കെ, ലെക്ചർ നോട്ട് പോലെ കയ്യിൽ ഒരു നോട്ട് ഉണ്ടാകുമല്ലോ, അതിൽ ജസ്റ്റ് എന്നാണ് എഴുതി പോകുക. ഓക്കെ, സോ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. നെക്സ്റ്റ് എന്താണ്? ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഇതും എന്താണ്? ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ്. ഇതിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം ഡീൽ ചെയ്യുന്നത്? ഇതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അതായത് ഒരു മോഡേൺ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ടൂൾ ആണ്, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ആണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്.
നേരത്തെ പറഞ്ഞ സോഫ്റ്റ്വെയറിൽ നിന്നും കുറച്ചുകൂടി കാര്യങ്ങൾ എന്താണ് ഈ സോഫ്റ്റ്വെയറിൽ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ക്ലിനിക്കൽ പ്രോസസ്സിനോടൊപ്പം തന്നെ എന്താണ് ഹോസ്പിറ്റൽസിന്റെ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്താണ് ഇതിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ടുള്ള ഭരണപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബില്ലിംഗ് പോലുള്ള കാര്യങ്ങളാണെങ്കിലും ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി ചെയ്യാവുന്നതാണ്. നോക്കിക്കോളൂ. Hospital Management Information System is a computerized system that help in managing clinical, financial, laboratory, inpatient, outpatient, pharmaceutical, etc. operating in a hospital. Okay, അപ്പോൾ ഒരു ഹോസ്പിറ്റൽസിലെ അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ടുള്ള ഭരണപരമായിട്ടുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ ക്ലിനിക്കൽ പ്രോസസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതല്ലെങ്കിൽ എന്താണ് ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങളും ഇത്തരം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതിനുള്ള എന്താണ് ഒരു സോഫ്റ്റ്വെയർ ആണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ്? With the help of the hospital management information system, healthcare providers can concentrate more on providing quality healthcare to the patients. ഓക്കെ, ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് നല്ല ഉയർന്ന നിലവാരത്തിലുള്ള ക്വാളിറ്റി കെയർ പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, എങ്ങനെയായിരിക്കാം? പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? സാധാരണ ഒരു 5 years ബാക്കൊക്കെ സാധാരണ ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്ന് അഡ്മിഷൻ എടുക്കുന്നു അല്ലെങ്കിൽ എന്താണ് രജിസ്റ്റർ ചെയ്യുന്നു, അതിന് അപ്പോയിന്റ്മെന്റ് എടുക്കുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഒരു ഫയൽ, ഒരു ചാർട്ട് നമുക്ക് ലഭിക്കുന്നതാണ് അല്ലേ? നമ്മുടെ ഡോക്ടറെ കാണുന്ന ടൈമിൽ അതുമായി ബന്ധപ്പെട്ട നേഴ്സ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് എന്താണ് ആ റൂമിലേക്ക് ചാർട്ടുമായിട്ട് വരുന്നതാണ്. ഇനി ഡോക്ടറെ കണ്ടതിന് ശേഷം എന്താണ് ഫാർമസിയിലോട്ട് മെഡിസിൻസ് വാങ്ങാനായിട്ട് പോകുമ്പോൾ ആ സെയിം നേഴ്സ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് എന്താണ് ഈ ചാർട്ടുമായിട്ട് അവിടെയും വരേണ്ടതാണ് അല്ലേ? അപ്പൊ ചാർട്ട് വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലെ? അതൊരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, ഒരു പരിപാടിയാണ് അല്ലെ? ടൈം അധികം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷെ ഇതെല്ലാം ഒരു സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി ചെയ്യുന്നത് കൊണ്ട് എന്താണ് ടൈം സേവ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ക്ലിയർ ആണോ? ഒരു സ്റ്റാഫ് അല്ലെങ്കിൽ ഒരു നേഴ്സ് ഇതിന്റെ പുറകെ ചാർട്ടുമായിട്ട് നടക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് എന്താണ് ഡോക്ടറെ കാണാം, ഡയറക്റ്റ് എന്താണ് ഫാർമസിയിലോട്ട് പോകാം. അവിടെ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ അഡ്മിഷൻ അപ്പോയിന്റ്മെന്റ് നമ്പർ പറയാം അല്ലെങ്കിൽ OP നമ്പർ പറയുമ്പോൾ തന്നെ എന്താണ് അവർ ആ സൈറ്റ് ഓപ്പൺ ചെയ്ത് ആ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് ഏത് ഡോക്ടർ ഏത് മെഡിസിൻ ആണ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കി അതിനനുസരിച്ചുള്ള മെഡിസിൻസ് നമുക്ക് തരുന്നതാണ് അല്ലെ? അപ്പൊ ടൈം സേവ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അതിലൂടെ ക്വാളിറ്റി കെയർ പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യാനായിട്ടും കഴിയുന്നുണ്ട്. അപ്പൊ ടൈം സേവിങ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് ഏത് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുക എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്താണ്? അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡീൽ ചെയ്യുന്നത്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്തൊക്കെ കാര്യങ്ങളാണ് ഡീൽ ചെയ്യുന്നത്? ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് ഹാൻഡിൽ ചെയ്യുന്ന സോഫ്റ്റ്വെയർ. ക്ലിനിക്കൽ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് അതായത് പേഷ്യന്റിന്റെ എന്താണ് റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക, റെക്കോർഡുകൾ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കുക, ബില്ല് പാസ്സാക്കുക, അല്ലെങ്കിൽ എന്താണ് മെഡിസിൻസ് ഫാർമസിയിൽ നിന്നും വാങ്ങുക, അത്തരം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതേസമയം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്ട്രാ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണത്? ക്ലിനിക്കൽ പ്രോസസ്സിനോടൊപ്പം തന്നെ എന്താണ് ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങള്, അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ടുള്ള കാര്യങ്ങള്, ബില്ലിങ്, ഓക്കെ, ഇത്തരത്തിലുള്ള ലാബുകളിൽ ചെല്ലുക, ലാബിലെ സാമ്പിൾ കളക്ട് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മെൻഷൻ ചെയ്യുക, ഇതിനെല്ലാം എന്താണ് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? നെക്സ്റ്റ് നോക്കിക്കോളൂ. A hospital information system helps healthcare providers in designing their operations, including managing patient health records, appointments, billing, diagnostic and much more. Okay, EMR and EHR എന്താണ്? EMR അല്ലെങ്കിൽ EHR എന്താണ്? പേഷ്യന്റിന്റെ എന്താണ് ചാർട്ടിന്റെ ഒരു ഡിജിറ്റലൈസ്ഡ് വേർഷൻ ആണ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്. EMR എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്. EHR എന്തായിരിക്കാം? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. ഓക്കെ, EMR എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്. EHR ആണെങ്കിലോ
ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. ഓക്കെ, നേരത്തെ പറഞ്ഞ ചാർട്ടിന്റെ ഒരു ഡിജിറ്റൽ വേർഷൻ ആണ് EMR അല്ലെങ്കിൽ EHR എന്ന് പറയുന്നത്. ക്ലിയർ ആണോ അത്? സോ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് കൊണ്ട് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് എങ്ങനെയെല്ലാമാണ് ഇതൊരു സഹായകമായിട്ട് മാറുന്നത്, ഹെൽപ്പായിട്ട് മാറുന്നത്? ഏതെല്ലാം രീതിയിലായിരിക്കാം? ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടോ? എന്തിനു വേണ്ടിയാണ് അവർ ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണ്? പേഷ്യന്റിന്റെ ഹെൽത്ത് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടി പേഷ്യന്റിന്റെ ഹെൽത്ത് റെക്കോർഡ്, മെഡിക്കൽ ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. പിന്നെന്താണ്? അപ്പോയിന്റ്മെന്റ്സ് എടുക്കാനായിട്ട്, ഡോക്ടറെ കാണുന്നതിനുള്ള അപ്പോയിന്റ്മെന്റ്സ് എടുക്കാനായിട്ട് എന്താണ് ഈ സോഫ്റ്റ്വെയറിലൂടെ കഴിയുന്നതാണ്. കൂടാതെ ബില്ലുകൾ പേ ചെയ്യുന്നതിനായിട്ട്, അതേപോലെ ഡയഗ്നോസ്റ്റിക്സ്, രോഗനിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നതിന് വേണ്ടി, അത്തരം കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനൊക്കെ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആണോ ഇത്? ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ബെനിഫിറ്റ് ആണ്. ഓക്കെ, ഇനി നോക്കിക്കോളൂ, ദ മേജർ റോൾ ഓഫ് HIMS. HIMS എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ, അതിന്റെ ഷോർട്ട് ഫോം ആണ് HIMS. The major role of HIMS is to record information on health events and verify the quality of services at different levels of healthcare. The importance of patient evaluation is a part of the concept of giving importance to patients' views in developing the quality of health services. എന്താണ് അതിൽ പറയുന്നത്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ആണെങ്കിൽ, ആ ഒരു സോഫ്റ്റ്വെയർ ആണെങ്കിൽ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, EMR ആണെങ്കിലും EHR ആണെങ്കിലും ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഡയഗ്നോസ്റ്റിക്സിനാണെങ്കിലും അല്ലെങ്കിൽ ബില്ലിങ്ങിനാണെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി HIMS ആണെങ്കിലോ, മെഡിക്കൽ ഇവന്റുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാനായിട്ട്, മെഡിക്കൽ ഇവന്റുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസ് റെക്കോർഡ് ചെയ്യാനായിട്ട് ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോടുകൂടി കഴിയുന്നതാണ്. മെഡിക്കൽ ഇവന്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരാം? ഇപ്പൊ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ക്യാമ്പയിൻസ് നടത്തുക, അല്ലെ? ഇപ്പൊ ബ്ലഡ് ഡൊണേഷനുമായി ബന്ധപ്പെട്ട ഡാറ്റാസ് റെക്കോർഡ് ചെയ്യാനായിട്ട് എത്ര പേര് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തു, അത്തരത്തിലുള്ള കാര്യങ്ങൾ, അത്തരം ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യാനായിട്ട്, റെക്കോർഡ് ചെയ്യാനായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോടുകൂടി കഴിയുന്നതാണ്. ഇനി അതേപോലെ തന്നെ ഹോസ്പിറ്റലുകൾ പലതരത്തിലുള്ള ലെവൽ ഓഫ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെ? ഏതൊക്കെയാണ്? പ്രൈമറി കെയർ ഉണ്ട്, സെക്കൻഡറി കെയർ ഉണ്ട്, അതേപോലെ ടെറിഷറി കെയർ ഉണ്ട്. എന്താണ് പ്രൈമറി കെയർ എന്ന് പറഞ്ഞാല്? ബേസിക് ആയിട്ടുള്ള കെയർ പ്രൊവൈഡ് ചെയ്യുക, അല്ലെ? വാക്സിനേഷൻ നൽകുക, അത്തരത്തിലുള്ള ബേസിക് കെയർ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അതാണ് പ്രൈമറി കെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സെക്കൻഡറി കെയർ ആണെങ്കിലോ എന്തൊക്കെയായിരിക്കാം സെക്കൻഡറി കെയറിൽ വരുന്നത്? ഹെൽത്ത് സെന്റർ. സെക്കൻഡറി കെയർ എന്ന് പറയുമ്പോൾ ഏത് രീതിയിലുള്ള കെയർ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്? ചെറിയ ഓപ്പറേഷൻസ്, മൈനർ ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഒക്കെ നടത്തുക. ഓക്കെ, ടെറിഷറി കെയർ ആണെന്ന് പറയുമ്പോഴോ മേജർ ആയിട്ടുള്ള ഓപ്പറേഷൻസ്, ഓക്കെ, അഡ്വാൻസ്ഡ് ടെക്നോളജിയുടെ ഹെൽപ്പോട് കൂടിയുള്ള ഓപ്പറേഷൻസ്, അത്തരം കാര്യങ്ങൾ, സർജറീസ് ഒക്കെയാണ് ടെറിഷറി കെയറിൽ വരുന്നത്. അപ്പോ ഈ 3 ലെവൽ ഓഫ് കെയർ, 3 ടൈപ്സ് ഓഫ് കെയർ ഉണ്ട്, അല്ലെ? 3 ലെവൽ ഓഫ് കെയർ ഉണ്ട്. അപ്പൊ ഈ ഒരു കെയറിന്റെ എന്താണ് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതിന് ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോടുകൂടി കഴിയുന്നതാണ്. ക്ലിയർ ആണോ? അപ്പൊ എന്തൊക്കെയാണ് 2 കാര്യങ്ങൾ? ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോടുകൂടി മെഡിക്കൽ ഇവന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് റെക്കോർഡ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. പിന്നെന്താണ്? കെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഇനി the importance of patient evaluation is a part of the concept of giving importance to patients' views in developing the quality of health service. ഇനി ഒരു ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽസിലെ പേഷ്യന്റ് കെയറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരണം. ഓക്കെ, അതിന് പേഷ്യന്റിൽ നിന്നുള്ള ഫീഡ്ബാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അല്ലെ? ഒരു പേഷ്യന്റിനാണ് അറിയാൻ കഴിയുന്നത് ഏത് രീതിയിലുള്ള ഇംപ്രൂവ്മെന്റ് ആണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവരേണ്ടത്, അല്ലെ? അപ്പോ അവരിൽ നിന്നുള്ള ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാനായിട്ട് ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാവുന്നതാണ്.
ക്ലിയർ ആണോ? 3 പോയിന്റ്സ്. ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഫസ്റ്റ് വൺ എന്താണ്? മെഡിക്കൽ ഈവന്റുമായി ബന്ധപ്പെട്ട് ഇൻഫർമേഷൻ റെക്കോർഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ. ദെൻ സെക്കൻഡ് വൺ. കെയറുമായി ബന്ധപ്പെട്ട ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതിന് എന്താണ് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാവുന്നതാണ്. കാരണം എന്താണ്, ഓരോ കെയർ കൊടുക്കുമ്പോഴും അപ്പൊ തന്നെ ഈ സോഫ്റ്റ്വെയറിൽ മെൻഷൻ ചെയ്തിരിക്കണം, ഓക്കെ, അപ്ഡേറ്റ് ചെയ്തിരിക്കണം. അപ്പൊ അത് ട്രാക്ക് ചെയ്ത് എന്താണ് ക്വാളിറ്റിയുള്ള കെയർ ആണോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതാണ്. ആൻഡ് തേർഡ് വൺ എന്താണ്? മൂന്നാമത്തെ എന്തായിരുന്നു? ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി പേഷ്യന്റിൽ നിന്നും ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ക്ലിയർ ആണോ? ഇതെന്തിന്റെ റോളാണ്? ഏത് സോഫ്റ്റ്വെയറിന്റെ റോളായിരുന്നു ഈ 3 എണ്ണം? ഏതിന്റെയാണ്? ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ റോളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത 3 എണ്ണം. അങ്ങനെയാണെങ്കിൽ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ റോൾ എന്തൊക്കെയായിരുന്നു? ആ സോഫ്റ്റ്വെയർ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണ്? ക്ലിനിക്കൽ പ്രോസസ്. പേഷ്യന്റിന്റെ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെ. അതോടൊപ്പം തന്നെ പിന്നെന്താണ്? ബില്ലിങ്, ഡയഗ്നോസ്റ്റിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതിനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി hospital information system benefits include improving patient satisfaction through improved communication, greater provider sensitivity towards patients, improved community awareness about the quality of services, and overall better use of services in the health system. എന്താണ്? നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ കാണുന്നില്ലേ? റിജു സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാമോ റിജു? നമ്മൾ നേരത്തെ പറഞ്ഞു പണ്ട് കാലത്ത് എന്നല്ല, ഒരു 5 years ബാക്ക് ഒക്കെ എങ്ങനെയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ഫയൽ വരുന്നത് വരെ ഓരോ സെക്ഷനിലും നമ്മൾ എന്താണ് വെയിറ്റ് ചെയ്യണം, വേണ്ടേ? ഇപ്പൊ ഡോക്ടറെ കാണുന്നതിനാണെങ്കിലും ആ ഫയൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതേപോലെ ഫാർമസിയിലാണെങ്കിലും നമ്മുടെ ഫയൽ വരുന്നതിനനുസരിച്ചാണ് നമ്മളെ വിളിക്കുന്നത് അല്ലെ, മരുന്ന് തരുന്നത്. അതേപോലെ ലാബിലാണെങ്കിലും അത്തരത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഹോസ്പിറ്റലിലെ ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്താണ്, ഒരു ബെറ്റർ കമ്മ്യൂണിക്കേഷനിലൂടെ ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്താണ്, ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യന്റിന് എന്താണ്, സാറ്റിസ്ഫാക്ഷനോടുകൂടി അല്ലെങ്കിൽ സംതൃപ്തിയോടുകൂടി മടങ്ങാനായിട്ട് കഴിയുന്നതാണ്. അവർക്ക് വരാം. നമ്മൾ ഓൾറെഡി എന്താണ് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ. ഓക്കെ, റിജോ സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ റിജോ? ലാസ്റ്റ് പാരഗ്രാഫ്, ലാസ്റ്റ്. ഓക്കെ. ഇപ്പൊ ക്ലിയർ ആണോ? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ. അപ്പൊ എന്താണ്, ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യന്റിന് എന്താണ്, സാറ്റിസ്ഫാക്ഷനോട് കൂടി ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങാനായിട്ട് കഴിയുന്നതാണ്. അതായത് ഹോസ്പിറ്റലിൽ വരാം, ഡോക്ടറെ കാണാം. ഇപ്പൊ നമുക്ക് എന്താണ് ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി ഓൾറെഡി എന്താണ് അപ്പോയിന്റ്മെന്റ് എല്ലാം എടുക്കാനായിട്ട് കഴിയുന്നതാണ്. ആ സ്ലോട്ട് അനുസരിച്ച് അവർ പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമിനനുസരിച്ചുള്ള സ്ലോട്ട് സെലക്ട് ചെയ്ത് ഡോക്ടറെ കാണാനായിട്ട് വരാവുന്നതാണ്. അപ്പൊ എന്താണ് ടൈം നമുക്ക് സേവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് അല്ലെ. അല്ലെങ്കിൽ ഒത്തിരി നേരം നമ്മൾ വെയിറ്റ് ചെയ്യാനായിട്ട് ഡോക്ടറെ കാണുന്നതിന് വേണ്ടി വെയിറ്റിംഗ് ടൈം എടുക്കുന്നതാണ് അല്ലെ. അപ്പൊ അത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കുന്നതിലൂടെ എന്താണ്, സാറ്റിസ്ഫാക്ഷനോട് കൂടി പേഷ്യന്റിന് ഒരു ഹോസ്പിറ്റലിൽ നിന്നും മടങ്ങാവുന്നതാണ്. അപ്പൊ അതിനു വേണ്ടിയും ഈ സോഫ്റ്റ്വെയർ എന്താണ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Then healthcare management software is a digitalized system that helps in controlling the health information of patients in healthcare facility. ഒരു ഹോസ്പിറ്റൽസിൽ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ എത്തുന്ന പേഷ്യന്റിന്റെ എന്താണ് ഹെൽത്ത് റിലേറ്റഡ് ഇൻഫർമേഷൻസ് കൺട്രോൾ ചെയ്യുന്ന നിയന്ത്രിക്കുന്നതിനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഹെൽത്ത് കെയർ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ?
താഴെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിലെന്താണ് ഐ ഹോസ്പിറ്റൽ എൻവിയോൺമെന്റ് ആണ്. സാധാരണ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു കണ്ണാശുപത്രിയിൽ പോകണമെങ്കിൽ എന്താണ് അപ്പോയിന്റ്മെന്റ് എടുക്കും അല്ലെ, എൻക്വയറി റിസപ്ഷനിൽ ചെല്ലും, എന്താണ് അപ്പോയിന്റ്മെന്റ് എടുക്കും, രജിസ്ട്രേഷൻ എടുക്കും, അതിനുശേഷം എന്താണ് നമ്മുടെ കണ്ണ് ചെക്ക് ചെയ്യാനായിട്ട് കൊണ്ടുപോകും അല്ലെ, ക്ലിനിക്കൽ എക്സാമിനേഷന് വേണ്ടി കൊണ്ടുപോകും. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡോക്ടറെ കാണുന്നത്. അതിനുശേഷം എന്താണ് ഇപ്പൊ എന്തെങ്കിലും മരുന്നൊക്കെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വാങ്ങും, ബില്ല് ക്യാഷ് ചെയ്യും. അപ്പൊ ഈ ഓരോ സെക്ഷനിലും എന്താണ് ആ ഫയലുകൾ എത്തിച്ചേർന്നിരിക്കണം, വേണ്ടേ? നമ്മൾ എടുക്കുന്ന ചാർട്ട് നമ്മൾ പോകുന്ന ഓരോ സെക്ഷനിലും കൊണ്ടുവരേണ്ടതാണ്. അപ്പൊ അത് വരുന്നത് വരെ നമ്മൾ എന്താണ് അവിടെ വെയിറ്റ് ചെയ്യണം. അപ്പൊ അതൊരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതേസമയം ഈ ചാർട്ടിന്റെ സ്ഥാനത്ത് നമ്മളൊരു സോഫ്റ്റ്വെയർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടൈം സേവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഒരു ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യന്റിന് സാറ്റിസ്ഫാക്ഷനോട് കൂടി മടങ്ങാനായിട്ട് കഴിയുന്നതാണ്. ക്ലിയർ ആണോ? ഫസ്റ്റ് പേജ് ക്ലിയർ ആണോ? ഓക്കെ, ഇനി സെക്കൻഡ് പേജ് നോക്കിക്കോളൂ. കമ്പോണൻസ് ഓഫ് എ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം. എന്താണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ കമ്പോണൻസ് ഏതൊക്കെയാണ്, എന്തിനെല്ലാം ഏതെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്, എന്തിനൊക്കെ വേണ്ടിയായിരിക്കാം? നമ്മൾ നേരത്തെ പറഞ്ഞു. ഫസ്റ്റ് വൺ എന്താണ്, അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ്. അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിന് വേണ്ടി ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാവുന്നതാണ്. ഒരു ഡോക്ടറെ കാണുന്നതിന് വേണ്ടി, അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിന് വേണ്ടി എന്താണ് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഫസ്റ്റ് വൺ എന്താണ്, അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ്. സെക്കൻഡ് വൺ ആണ് പേഷ്യന്റ് മാനേജ്മെന്റ്. ഓക്കെ, പേഷ്യന്റിന്റെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നതിന് വേണ്ടി എന്താണ് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫെസിലിറ്റി മാനേജ്മെന്റ്, സ്റ്റാഫ് മാനേജ്മെന്റ്, സപ്ലൈ മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ദെൻ ഇൻഷുറൻസ് മാനേജ്മെന്റ്. ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ് ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി ചെയ്യാവുന്നതാണ്. ലബോറട്ടറി മാനേജ്മെന്റ്, റിപ്പോർട്ട് മാനേജ്മെന്റ്, വാക്സിനേഷൻ മാനേജ്മെന്റ്, സപ്പോർട്ട് മാനേജ്മെന്റ്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാവുന്നതാണ്. സോ അതിൽ ഫസ്റ്റ് കമ്പോണന്റ് ആണ് എന്ത്, അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ്. നോക്കിക്കോളൂ, സ്ക്രീൻ കാണുന്നില്ലാന്നോ? റിജോ സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ? കമ്പോണൻസ് ഓഫ് എ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം. ഓക്കെ, എന്താണ് ഫസ്റ്റ് വൺ അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ്. അതിൽ എന്താ പറയുന്നത്, മാനേജിംഗ് അപ്പോയിന്റ്മെന്റ്സ് മാനുവലി ഈസ് നോട്ട് ഓൺലി മോണോട്ടണസ് ബട്ട് ഓൾസോ ഇൻക്രീസ് ദ ചാൻസ് ഓഫ് മേക്കിംഗ് ആൻ ഇറർ. നമ്മളൊരു ഏതെല്ലാം രീതിയിൽ നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാം? ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കാണണമെങ്കിൽ ഏതെല്ലാം രീതിയിൽ നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ കഴിയുന്നതാണ്? ഏതെല്ലാം രീതിയിൽ എടുക്കാം? ഫോണിലൂടെ ബുക്ക് ചെയ്യാം. ഫോണിലൂടെ അപ്പോയിന്റ്മെന്റ് എടുക്കാം. ഓക്കെ, ദെൻ നേരിട്ട് ചെന്നാൽ നമുക്ക് ചീട്ട് എടുക്കാമല്ലോ. ഡയറക്റ്റ് ചെന്നിട്ട് നമുക്ക് എന്താണ് അപ്പോയിന്റ്മെന്റ് എടുക്കാവുന്നതാണ്. ദെൻ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? ഓൺലൈൻ ആയിട്ട് അല്ലെ, വെബ്സൈറ്റിൽ, ഹോസ്പിറ്റൽസിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് എന്താണ് നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാവുന്നതാണ്. അപ്പൊ ഈ രീതിയിലെല്ലാം എന്താണ് ഒരു ഡോക്ടറെ കാണുന്നതിന് വേണ്ടി അപ്പോയിന്റ്മെന്റ് എടുക്കാവുന്നതാണ്. സോ നമ്മൾ ഡയറക്റ്റ് ചെന്ന് അല്ലെങ്കിൽ ഫോണിലൂടെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത് കൊണ്ട് ചില മിസ്റ്റേക്സുകൾ വരാനായിട്ട് ചാൻസസ് ഉണ്ട്. എന്താണ്, ഒരാൾ തന്നെയാണ് എല്ലാവരുടെയും അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത്. ചിലപ്പോൾ സമയത്തിൽ എന്താണ് നൽകുന്ന സമയത്തിൽ മാറ്റങ്ങൾ വരാം, അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും അവർ നമ്മുടെ പേര് എഴുതുന്ന സമയത്തോ മറ്റെന്തെങ്കിലും സമയത്ത് എന്താണ് മിസ്റ്റേക്സുകൾ, ഇറേഴ്സ് വരാനായിട്ട് ചാൻസസ് ഉണ്ട്, ഇല്ലേ? അങ്ങനെ വരാൻ ചാൻസ് ഇല്ലേ? സോ ഓൺലൈൻ ആയിട്ട് നമ്മൾ തന്നെ അപ്പോയിന്റ്മെന്റ് എടുക്കുകയാണെങ്കിലോ അത് കുറച്ചുകൂടി ഈസി, ഇറർ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ, മാനേജിംഗ് അപ്പോയിന്റ്മെന്റ്സ് മാനുവലി ഈസ് നോട്ട് ഓൺലി മോണോട്ടോണസ് ബട്ട് ഓൾസോ ഇൻക്രീസ് ദ ചാൻസ് ഓഫ് മേക്കിംഗ് ആൻ എറർ. ഓക്കെ, ഇറർ ഉണ്ടാകാനായിട്ട്, തെറ്റുകൾ വരാനായിട്ട് നമ്മൾ ഡയറക്റ്റ് ചെന്ന് എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഫോണിലൂടെയാണ് അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതെങ്കിലും മിസ്റ്റേക്സുകൾ വരാനായിട്ട് ചാൻസസ് ഉണ്ട്. ഈവൻ ഇൻ എ റീസെന്റ് സ്റ്റഡി 68% of patients said they were more inclined to choose a hospital where they could schedule, alter or cancel appointments online. ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള സ്റ്റഡി പ്രകാരം പറയുന്നത് എന്താണ്, 68% പേഷ്യൻസും പ്രിഫർ ചെയ്യുന്നത് എന്താണ്,
ഓൺലൈനായിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന ഹോസ്പിറ്റലുകളിൽ പോകുന്നതിന് വേണ്ടിയാണ് പേഷ്യന്റ് ഇഷ്ടപ്പെടുന്നത്. ക്ലിയർ ആണോ? അവർ പ്രിഫർ ചെയ്യുന്നത് ഓൺലൈൻ ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ആണ്. അപ്പോയിന്റ്മെന്റ് ഓൺലൈനായിട്ട് എടുക്കുക മാത്രമല്ല എന്താണ്, നമുക്കത് മാറ്റങ്ങൾ വേണമെങ്കിൽ ഓൾട്ടർ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം നമുക്ക് ഇന്ന് പോകാൻ കഴിയുന്നില്ലെങ്കിൽ എന്താണ്, അപ്പോയിന്റ്മെന്റ് ക്യാൻസൽ ചെയ്യാനും കഴിയുന്നതാണ്. സോ ആ ഒരു സിസ്റ്റമാണ്, ഓൺലൈനിൽ കൂടിയുള്ള അപ്പോയിന്റ്മെന്റ് ആണ് 68% പേഷ്യന്റും പ്രിഫർ ചെയ്യുന്നത്. ക്ലിയർ ആണോ ഇത്? അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത് പോലെ തന്നെ എന്താണ്, ഓൾട്ടർ ചെയ്യാനും മാറ്റങ്ങൾ വരുത്താനും അതേപോലെ ക്യാൻസൽ ചെയ്യാനും കഴിയുന്നതാണ്. ഇനി എന്താ പറയുന്നത്? A hospital management system enable us to add a scheduling option to hospital's website so that patient can easily schedule an appointment. Okay, ഹോസ്പിറ്റൽസിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് എന്താണ്, ആ വെബ്സൈറ്റിലൂടെ നമുക്ക് എന്താണ് സ്വയം എന്താണ് അപ്പോയിന്റ്മെന്റ് എടുക്കാവുന്നതാണ്, അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാവുന്നതാണ്. ഹോസ്പിറ്റൽസിന് ഒരു വെബ്സൈറ്റ് ഉണ്ടായിരിക്കും. ആ വെബ്സൈറ്റിൽ കയറിയിട്ട് എന്താണ്, ആ പേഷ്യന്റിന് തന്നെ എന്താണ് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാവുന്നതാണ്. Once the patient has reserved an appointment, the hospital management system will match the patient illness to the doctor's area of expertise. ഇനി എന്ത് ചെയ്യും? നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്തു, അതിനുശേഷം നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുക, അവിടെ അല്ലെ ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ അസുഖവുമായി ബന്ധപ്പെട്ട ഏത് ഡോക്ടറെയാണോ കാണേണ്ടത് ആ ഡോക്ടറിന്റെ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആ ഡോക്ടറിന്റെ ലിസ്റ്റ് എന്താണ് അതിനുശേഷം അവിടെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ആ ഒരു പേജിലേക്കായിരിക്കും പിന്നീട് ആ പേഷ്യന്റിനെ കൊണ്ടുപോകുന്നത്. ക്ലിയർ ആണോ ഇത്? ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് എടുത്തു, അതിനുശേഷം എന്താണ് നമ്മുടെ ഡീറ്റെയിൽസ്, അസുഖവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അവിടെ നമ്മൾ ഷെയർ ചെയ്യും. അപ്പൊ ഏത് ഡോക്ടറെയാണോ കാണേണ്ടത് ആ ഒരു പേജിലേക്കായിരിക്കും നെക്സ്റ്റ് അത് പോകുന്നത്, ആ സൈറ്റ് പോകുന്നത്. അതിനുശേഷം എന്ത് ചെയ്യും? It will then allocate them to the next available specialist or the one they prefer. അതിനുശേഷം നമുക്ക് ഏത് ഡോക്ടറെയാണോ കാണുന്നത്, ഓക്കെ, ആ അസുഖം ട്രീറ്റ് ചെയ്യുന്നതിനുള്ള ഡോക്ടേഴ്സിന്റെ ഒരു ലിസ്റ്റ് അവൈലബിൾ ആയിരിക്കും. അതല്ലെങ്കിൽ നമുക്ക് എന്താണ് പ്രിഫർ ചെയ്യാം, നമുക്ക് എന്താണ് ഏത് ഡോക്ടറെയാണ് കാണേണ്ടതെന്ന് അവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. സോ ആ രീതിയിൽ എന്താണ് അപ്പോയിന്റ്മെന്റ് എടുക്കാവുന്നതാണ്. ഇനി it also update the available slot in real time to avoid any perplexity at the hospitals. എന്തെങ്കിലും ആശയക്കുഴപ്പം ഒഴിവാക്കുന്നതിന് വേണ്ടി എന്താണ് സ്ലോട്ടിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ടൈം അനുസരിച്ച് എന്താണ് നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാവുന്നതാണ്. ക്ലിയർ ആണോ അപ്പോയിന്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ? ഹോസ്പിറ്റൽസിന്റെ വെബ്സൈറ്റിൽ കയറുക, അതിനുശേഷം എന്താണ് അപ്പോയിന്റ്മെന്റ് എടുക്കുക, നമ്മുടെ ഡീറ്റെയിൽസ് അസുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ ഷെയർ ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് പേജ് എന്തായിരിക്കും? ഡോക്ടേഴ്സിന്റെ ലിസ്റ്റ് ആയിരിക്കും. അതിൽ നിന്ന് നമുക്ക് ഏത് ഡോക്ടറെയാണോ കാണേണ്ടത് അതെന്താണ് സെലക്ട് ചെയ്യാം. പിന്നെ എന്താണ് നമുക്ക് ഏത് സമയത്താണ് നമ്മുടെ കൺവീനിയന്റ് ആയിട്ടുള്ള ടൈം സ്ലോട്ട് എന്താണ് അതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ ഒരു പ്രോസസ്സിലൂടെ ഒരു പേഷ്യന്റിന് എന്താണ് അപ്പോയിന്റ്മെന്റ് എടുക്കാവുന്നതാണ്. ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റമാണ് 68% പേഷ്യന്റും പ്രിഫർ ചെയ്യുന്നത്. ഇനി നമ്മൾ അപ്പോയിന്റ്മെന്റ് ആണ് എടുത്തിരിക്കുന്നത് അല്ലെ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? The next step in appointment booking is to gather medical documents. എന്താണ്? നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്തു, ഇനി നമ്മുടെ ഡീറ്റെയിൽസ് മെഡിക്കൽ ഡോക്യുമെന്റ്സ് റെക്കോർഡ്സുകൾ എന്താണ് ഷെയർ ചെയ്യേണ്ടതുണ്ട്. An HMS with a patient portal is used to collect documents and share the patient history with the doctors well in advance. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? പേഷ്യന്റ് പോർട്ടലിലൂടെ ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി നമ്മുടെ ഡീറ്റെയിൽസ് ആ സോഫ്റ്റ്വെയറിലേക്ക് അല്ലെങ്കിൽ ആ പേജിലേക്ക് ആ വെബ്സൈറ്റിലേക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. നമ്മുടെ അസുഖവുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം എന്താണ് ആ പേജിലേക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് എന്താണ്? If the patient requires help at his or her house, the system will verify the doctor's availability for the remote visit and assign accordingly. ഓക്കെ, ഇനി ചിലപ്പോൾ ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യന്റ് ആണ്, ഹോസ്പിറ്റലിൽ നിന്നും പേഷ്യന്റ് ഡയറക്റ്റ് എന്താണ് വീട്ടിലേക്ക് വന്ന് പരിശോധിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനവും എന്താണ് ഈ സോഫ്റ്റ്വെയറിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അതിനുള്ള ഡോക്ടേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ കണ്ടെത്തുകയും ആ ഡ്യൂട്ടിക്ക് വേണ്ടി ആ ഡോക്ടറിനെ അസൈൻ ചെയ്യുന്നതും ആയിരിക്കും. In this way, patient can create easy and error-free process by digitalizing the appointment reserving process. So, എന്താണ് ഇത്തരത്തില് ഇറർ ഫ്രീ ആയിട്ടുള്ള ഈസി മെത്തേഡിലൂടെ അപ്പോയിന്റ്മെന്റ് എടുക്കാവുന്നതാണ്. ക്ലിയർ ആണോ? സോ ഈ സോഫ്റ്റ്വെയറിന്റെ
ഫസ്റ്റ് ഉപയോഗം എന്താണ്? ഫസ്റ്റ് യൂസ് അല്ലെങ്കിൽ കമ്പോണൻസ് എന്ന് പറയുന്നത് എന്താണ്? അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ് ആണ്. ഒരു പേഷ്യന്റിന് സ്വയം എന്താണ് അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട് ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി കഴിയുന്നതാണ്. ഏത് രീതിയിലാണ്? അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ് 68% പേഷ്യന്റും പ്രിഫർ ചെയ്യുന്ന മെത്തേഡ് അല്ലെങ്കിൽ ഏതാണ്? ഈ സിസ്റ്റം ആണ്. ഓൺലൈൻ ആയിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കാനാണ് 68% പേഷ്യന്റും ഇഷ്ടപ്പെടുന്നത്. സോ അതിനെന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? വെബ്സൈറ്റിൽ എന്ത് ചെയ്യണം? ഹോസ്പിറ്റൽസ് വെബ്സൈറ്റിൽ കയറുക. അതിനുശേഷം എന്ത് ചെയ്യുക? ടേക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാം. ദെൻ നമ്മുടെ ഡീറ്റെയിൽസ്, അസുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഏത് ഡോക്ടറെയാണോ കാണേണ്ടത് ആ ഡോക്ടർ എന്താണ്? ആ ഡോക്ടേഴ്സിന്റെ ഒരു ലിസ്റ്റ് വരുന്നതാണ്. അതിൽ നിന്നും നമുക്ക് ഏത് ഡോക്ടറെയാണോ കാണേണ്ടത് ആ ഡോക്ടറെ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ കൺവീനിയന്റ് ടൈമിനനുസരിച്ചുള്ള സ്ലോട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ്. ദെൻ റെക്കോർഡ്, മെഡിക്കൽ റെക്കോർഡ്സുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം എന്താണ്? പേഷ്യന്റ് പോർട്ടൽ വഴി എന്താണ്? നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ക്ലിയർ ആണോ ഇത്? അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കമ്പോണന്റ് നോക്കിക്കോളൂ. എന്താണ്? പേഷ്യന്റ് മാനേജ്മെന്റ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഒരു പേഷ്യന്റിന് ഈ സോഫ്റ്റ്വെയർ വഴി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണ് അല്ലെ, അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട് കഴിയുന്നതാണ്. ഇനി പേഷ്യന്റ് മാനേജ്മെന്റ്, അത് ഹോസ്പിറ്റൽസിലെ സ്റ്റാഫുകൾക്ക് ഓക്കെ, റിജു സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാമോ റിജു? പേഷ്യന്റ് മാനേജ്മെന്റ് ഒരു ഹോസ്പിറ്റൽസിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകൾക്ക് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. പേഷ്യന്റ് മാനേജ്മെന്റ്. ഓക്കെ ഓക്കെ, ക്ലിയർ അല്ലേ? സോ അഡ്മിഷൻ എടുക്കുന്ന ടൈം മുതൽ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വരുന്നു, അഡ്മിഷൻ എടുക്കുന്നു, ആ ടൈം മുതൽ ഡിസ്ചാർജ് ആകുന്നത് വരെയുള്ള എന്താണ് ചില പ്രോസസ്സുകൾ ഉൾപ്പെടുന്നതാണ് പേഷ്യന്റ് മാനേജ്മെന്റിൽ വരുന്നത്. ക്ലിയർ ആണോ ഇത്? അഡ്മിഷൻ എടുക്കുന്ന ടൈം മുതൽ എന്താണ് ഡിസ്ചാർജ് ആകുന്നത് വരെ എന്താണ് ചില കാര്യങ്ങൾ ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളാണ് ഈ പേഷ്യന്റ് മാനേജ്മെന്റിൽ വരുന്നത്. അതെന്തൊക്കെയാണ്? After the patient orientation is completed, the patient is shifted to an IPD or OPD. എന്താ IPD അല്ലെങ്കിൽ OPD എന്താണ്? ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻപേഷ്യന്റ് ആരാണ്? ഇൻപേഷ്യന്റ് അഡ്മിറ്റ് ആയ പേഷ്യൻസ്. അഡ്മിറ്റഡ് ആകുന്ന പേഷ്യന്റ് ആണ് ഇൻപേഷ്യന്റ്. ഔട്ട് പേഷ്യന്റ് ആണെങ്കിലോ ജസ്റ്റ് കൺസൾട്ടേഷന് വേണ്ടി മാത്രം വരുന്ന പേഷ്യന്റ് ആണ്. ഓക്കെ, ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? സോ ആഫ്റ്റർ ദി പേഷ്യന്റ് ഓറിയന്റേഷൻ ഈസ് കംപ്ലീറ്റഡ്, നമ്മൾ എന്താണ് അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തു, ഹോസ്പിറ്റലിൽ വന്നു ഡോക്ടറെ കണ്ടു. ഓക്കെ, അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഇൻപേഷ്യന്റ് ആണോ ഔട്ട് പേഷ്യന്റ് ആണോ എന്ന് തീരുമാനിക്കുന്നത് അല്ലേ. സിവിയർ ആയിട്ടുള്ള കേസൊക്കെ ആണെങ്കിൽ എന്താണ്? അഡ്മിറ്റ് ആക്കുന്നതാണ്. സോ അഡ്മിറ്റ് ആക്കുന്ന ആ ടൈം മുതൽ ഡിസ്ചാർജ് പ്രോസസ്സ് വരെ ചില പ്രക്രിയകൾ എന്താണ് ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണിത്? The patient management module of HMS caters to the necessities of the inpatient and outpatient department. It collects and stores of medical history collect ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ ട്രീറ്റ്മെന്റ് റിക്വയർഡ്, ഡീറ്റെയിൽസ് ഓഫ് their previous visit, upcoming appointments, reports, insurance details and more. സോ അപ്പോയിന്റ്മെന്റ് അല്ലെങ്കിൽ അഡ്മിഷൻ എടുത്ത സമയം മുതൽ ഡിസ്ചാർജ് ആകുന്നത് വരെ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്? മെഡിക്കൽ ഹിസ്റ്ററി എന്താണ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ഏതെല്ലാം രീതിയിലുള്ള ചികിത്സാ സൗകര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് ഏതെല്ലാമാണ്, അത്തരം കാര്യങ്ങൾ എന്താണ് ആ സോഫ്റ്റ്വെയർ വഴി നമ്മൾ റിപ്പോർട്ട് ചെയ്തിരിക്കണം. അതല്ലാതെ പിന്നെന്താണ്? ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടിയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി എന്താണ് ഈ സോഫ്റ്റ്വെയർ ഹെൽത്ത് കെയർ സ്റ്റാഫുകൾ, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ഉപയോഗിക്കുന്നുണ്ട്.
It generate unique admission number for each patient to easily handle admission, discharge and transfers. ഇനി അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ എന്താണ് നമുക്കൊരു യുണീക്ക് ആയിട്ടുള്ള അഡ്മിഷൻ നമ്പർ ആയിരിക്കും തരുന്നത്. ആ നമ്പർ പിന്നെ എന്താണ് വേറൊരു പേഷ്യന്റിന് കൊടുക്കുന്നതല്ല, ഒരു യുണീക്ക് നമ്പർ ആയിരിക്കും. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം, അതെ. ഓക്കെ, എന്താണ് യുണീക്ക് ആയിട്ടുള്ള ഒരു അഡ്മിഷൻ നമ്പർ ആയിരിക്കും നമുക്ക് നൽകുന്നത്. സോ ആ നമ്പർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് അഡ്മിഷൻ ആണെങ്കിലും ഡിസ്ചാർജ് ആണെങ്കിലും ട്രാൻസ്ഫേഴ്സ് ആണെങ്കിലും എന്താണ് ഈസി ആയിട്ട് നടത്താനായിട്ട് കഴിയുന്നതാണ്. ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത്, ഇറ്റ് ഓൾസോ ബിൽഡ്സ് എ കോംപ്രിഹെൻസീവ് ഡിസ്ചാർജ് സമ്മറി ടു മേക്ക് ഷുവർ ഓഫ് സ്മൂത്ത് ഡിസ്ചാർജ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് റെക്കോർഡ്സ് ആൻഡ് ജനറേറ്റ് റിലേറ്റഡ് ഡോക്യുമെന്റ്സ്, എക്സാമ്പിൾ കോൺസെന്റ് ഫോംസ് ഫോർ ഇലക്ട്രോണിക് സിഗ്നേച്ചർ. ഓക്കെ, പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ്, ഡിസ്ചാർജിന്റെ ടൈമിൽ ഒരു ഡിസ്ചാർജ് സമ്മറി ക്രിയേറ്റ് ചെയ്യാറുണ്ട് അല്ലെ, ഡിസ്ചാർജ് സമ്മറി ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി കഴിയുന്നതാണ്. ക്ലിയർ ആണോ? അഡ്മിഷൻ എടുക്കുന്ന ടൈം മുതൽ ഡിസ്ചാർജ് പ്രോസസ്സ് വരെ ചില കാര്യങ്ങൾ എന്താണ് ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് അഡ്മിഷൻ എടുത്തു, അപ്പൊ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്? മെഡിക്കൽ ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി ഇൻഷുറൻസ്, മെഡിക്കൽ ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് ഇൻഷുറൻസിന്റെ കാര്യങ്ങൾ, ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ്, ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. ദെൻ പിന്നെ യൂണിക് അഡ്മിഷൻ നമ്പർ എല്ലാവർക്കും കൊടുക്കുന്നു. യൂണീക്ക് ആയിട്ടുള്ള അഡ്മിഷൻ നമ്പർ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അതിലൂടെ തന്നെ എന്താണ് ഈസി ആയിട്ട് നമുക്ക് എന്താണ് ട്രാൻസ്ഫർ ചെയ്യിക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യുന്ന ടൈമിൽ ഈ അഡ്മിഷൻ നമ്പർ എന്താണ് ഹെൽപ്ഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ ഡിസ്ചാർജ് സമ്മറി ക്രിയേറ്റ് ചെയ്യാനായിട്ടും ഈ സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ ഇത്? Then when you begin collecting and storing data on an HMS, default also eliminate the need to get these details on every visit. HMS enables doctors and staff to focus more on the treatment than administrative work. Now, if you wish to automate other activities like patient communication, consider integrating your HMS with marketing automation software. It will help you to automate communication with the patients and doctors. You can set appointments and lab test reminders or follow-ups and create meaningful, long-lasting relationship. ഇനി നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നു, അഡ്മിഷൻ എടുത്തു, അല്ലെങ്കിൽ അതിന് അപ്പോയിന്റ്മെന്റ് എടുത്തു, നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഷെയർ ചെയ്തു, നമ്മുടെ ഒരു മെഡിക്കൽ ഹിസ്റ്ററി അവർ ക്രിയേറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് ടൈം പിന്നീട് ഒരു പ്രാവശ്യം എന്താണ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഈ സെയിം ഡീറ്റെയിൽസ് നമ്മളവിടെ ഷെയർ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഷെയർ ചെയ്യണോ? വേണ്ട, ഒരു പ്രാവശ്യത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്താൽ മതി. നമ്മൾ ഓൾറെഡി എന്താണ് അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. നമ്മൾ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ സിസ്റ്റത്തിൽ റെക്കോർഡഡ് ആണ്. ഒരു ടൈം പോകുമ്പോൾ നമ്മൾ എന്താണ് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ടൈം പോകുമ്പോൾ എന്ത് ചെയ്യുന്നത്, അത് അപ്ഡേറ്റ് ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്. പിന്നെ പറയുന്നു ഈ സിസ്റ്റത്തിൽ ഈ സോഫ്റ്റ്വെയറിനോടൊപ്പം തന്നെ മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ കൂടി കണക്ട് ചെയ്യുകയാണെങ്കിൽ ചില ബെനിഫിറ്റ് കൂടി പേഷ്യൻസിന് ലഭിക്കുന്നതായിരിക്കും. അതായത് മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം കൂടി നേരത്തെ പറഞ്ഞ ഹോസ്പിറ്റൽ എന്തായിരുന്നു മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിനോടൊപ്പം കണക്ട് ചെയ്യുകയാണെങ്കിൽ ചില ബെനിഫിറ്റ്സുകൾ പേഷ്യന്റിന് ലഭിക്കുന്നതായിരിക്കും. എന്തൊക്കെയായിരിക്കാം? അവർക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് മെസ്സേജുകൾ ലഭിക്കുന്നതായിരിക്കും. ഇപ്പൊ ഇപ്പൊ KSE കറണ്ട് ബില്ലൊക്കെ അടക്കുന്ന സമയത്ത് ആ ഡേറ്റ് ആകുന്ന ടൈമിൽ നമുക്ക് മെസ്സേജ് ലഭിക്കാറില്ലേ, ലാസ്റ്റ് ഡേറ്റ് ഈ ദിവസമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ ആ രീതിയിൽ പേഷ്യന്റിന് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെസ്സേജുകൾ ലഭിക്കുന്നതാണ്. അത് ലാബ് ടെസ്റ്റിനെ കുറിച്ചാണെങ്കിലും അല്ലെങ്കിൽ ഇനി എന്താണ് ഡോക്ടറെ കാണേണ്ടത്, അത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള മെസ്സേജസ് ലഭിക്കുന്നതായിരിക്കും. ക്ലിയർ ആണോ അത്? സോ അതിലൂടെ ഒരു ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് ഈ സോഫ്റ്റ്വെയർ പേഷ്യന്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ രണ്ടാമത്തെ പോയിന്റ് ആയിരുന്നു പേഷ്യന്റ് മാനേജ്മെന്റ്. എന്തൊക്കെ കാര്യങ്ങൾ അതിൽ പഠിച്ചത്?
പേഷ്യന്റ് മാനേജ്മെന്റ്. ഈ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് ഹെൽപ്ഫുൾ ആകുന്നത്? എങ്ങനെയൊക്കെയാണ്? ഫെമി, എങ്ങനെയൊക്കെയാണ്? എന്താണ് പേഷ്യന്റ് മാനേജ്മെന്റ്? ഹലോ, പറഞ്ഞോ. ഇതില് പേഷ്യന്റ് മാനേജ്മെന്റിൽ 2 തരാണുള്ളത്. ഇൻപേഷ്യന്റും OPDയും. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും. പിന്നെ അതിൽ വരുന്നത് നമ്മള് ഇതില് നമ്മളെ ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ ഹിസ്റ്ററി, ട്രീറ്റ്മെന്റ് റിക്വയർമെന്റ്, അപ്പോയിന്റ്മെന്റ് റിപ്പോർട്ട്, ഇൻഷുറൻസ് ഡീറ്റെയിൽസ് അതൊക്കെ ഇതില് കൊടുത്തിട്ടുണ്ടാവും, റെക്കോർഡായിട്ടുണ്ടാവും. പിന്നെ യൂണിക് അഡ്മിഷൻ നമ്പർ കൊടുത്തിട്ടുണ്ടാവും പേഷ്യന്റിന്. പിന്നെ ഡിസ്ചാർജ് സമ്മറി സ്മൂത്ത്, അതായത് എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിനിപ്പോ തന്നെ നമ്മുടെ എന്തൊക്കെ കാര്യങ്ങൾ ഈ ഡോക്യുമെന്റിൽ അല്ലെങ്കിൽ ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമ്മൾ വീണ്ടും വരുമ്പോ ഇത് വീണ്ടും റെക്കോർഡ്, അതായത് വീണ്ടും കൊടുക്കേണ്ട കാര്യങ്ങളില്ലാന്ന്. ഇപ്പോ അപ്പൊ ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി എന്താണ് ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ട്, പേഷ്യന്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും എന്താണ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. എന്തൊക്കെയാണത്? മെഡിക്കൽ ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യാം, ബില്ലിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതേപോലെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഡിസ്ചാർജ് സമ്മറി ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ സോഫ്റ്റ്വെയറിനോടൊപ്പം തന്നെ മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ആ സിസ്റ്റം കൂടി കണക്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഓരോ മെസ്സേജസ് ലഭിക്കുന്നതായിരിക്കും. ഇനി മൂന്നാമത്തെ കമ്പോണന്റ് ആണ് ഫെസിലിറ്റി മാനേജ്മെന്റ്. ഫെസിലിറ്റി മാനേജ്മെന്റ് ഫെസിലിറ്റി ആരും സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാമോ? ഫെസിലിറ്റി മാനേജ്മെന്റ്. To facilitate a smooth experience for patient, it is necessary for staff to have easy access to necessary hospital records. A facility management module of HMS helps you to keep records of bed availability, occupancy status of rooms with specialized care and more. ഇപ്പോൾ പേഷ്യന്റിനാണെങ്കിലും അല്ലെങ്കിൽ ഡോക്ടേഴ്സിനാണെങ്കിലും എല്ലാം എന്താണ് ചില ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഈ സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. എന്തൊക്കെ ഫെസിലിറ്റീസ് ആയിരിക്കാം? ഒരു പേഷ്യന്റ് എന്താണ് അഡ്മിഷൻ എടുത്തു, ഇനി ബെഡ് അവൈലബിലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ റൂം എന്താണ് ഒഴിവുണ്ടോ എന്ന് അന്വേഷിക്കണം. അപ്പൊ എന്താണ് റിസപ്ഷനിൽ ചെന്ന് അന്വേഷിച്ചാൽ എന്താണ് ഈ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി എന്താണ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഒരു പേഷ്യന്റ് എന്ത് ചോദിച്ചാലും എന്താണ് അതിനപ്പോൾ തന്നെ എന്താണ് ആൻസർ കൊടുക്കാനായിട്ട് കഴിയുന്നതാണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിന്റെയും എല്ലാ കാര്യങ്ങളും എന്താണ് ഈ ഒരു റിസപ്ഷനിൽ നിന്നുകൊണ്ട് തന്നെ ചെക്ക് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഇപ്പൊ ബെഡ് അവൈലബിൾ ആണ്, റൂം അവൈലബിൾ ആണ് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഈ സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Then it collects all such information and makes it easily available to the receptionist. If a hospital has different facilities, then the HMS connects them to provide an overall picture. For example, doctors can access patient data from any hospital. Patient can visit any hospital in the basis of their convenience, as all the records are available online. നമ്മൾ പറഞ്ഞ ഈ ഫെസിലിറ്റീസ് എല്ലാം എല്ലാ ഹോസ്പിറ്റൽസിലും അവൈലബിൾ ആയിരിക്കുമോ? എല്ലാ ഹോസ്പിറ്റൽസിനും ഓൺലൈൻ ആയിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട് കഴിയോ? ഇല്ല. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിന്റെ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ആ രീതിയിൽ അപ്പോയിന്റ്മെന്റ് എടുത്ത് നമ്മുടെ ഡാറ്റാസ് എല്ലാം ഓൺലൈൻ ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എന്താണ് ഒരു ഡോക്ടറിനെ ഏത് ഹോസ്പിറ്റലിൽ ഇരുന്നു കൊണ്ടാണെങ്കിലും ആ പേഷ്യന്റിന്റെ ആ ഓൺലൈൻ ആ സൈറ്റിൽ കയറിക്കൊണ്ട് ആ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് എന്താണ് ട്രാക്ക് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ക്ലിയർ ആണോ? സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിന്റെ കാര്യമാണ്. ഓക്കെ, ഫെസിലിറ്റി മാനേജ്മെന്റ് ക്ലിയർ ആണോ?
ഒരു പേഷ്യന്റ് വന്ന് ബെഡ് അവൈലബിൾ ആണോ അല്ലെങ്കിൽ എന്താണ് റൂം അവൈലബിൾ ആണോ എന്നൊക്കെ ചോദിച്ചാൽ റിസപ്ഷനിൽ ഇരുന്നു കൊണ്ട് തന്നെ ആ സ്റ്റാഫിന് എന്താണ് ഇത്തരം കാര്യങ്ങളിൽ ആൻസർ പറയാനായിട്ട് റിപ്ലൈ കൊടുക്കാനായിട്ട് കഴിയുന്നതാണ്. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും എന്താണ് ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി ചെയ്യാവുന്നതാണ്. ദെൻ ഫോർത്ത് വൺ ആണ് സ്റ്റാഫ് മാനേജ്മെന്റ്. ഇനി സ്റ്റാഫുകളെ മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഈ സോഫ്റ്റ്വെയറിന് എന്തെല്ലാം കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് നോക്കിക്കോളൂ. The staff management module facilitate a concrete solution to the HR department. It includes record of hospital staff, job description, service domain, and other important details. It helps you to realize your staff without going through a heavy bundle of files. Additionally, it enables us to plan the hiring process based on the requirements of the hospital. ഓക്കെ, എന്താ പറയുന്നത്? ഒരു ഹോസ്പിറ്റൽസിനെ സംബന്ധിച്ച് സ്റ്റാഫുകളെ മാനേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓവർസീ ചെയ്യുന്നത് ആരാണ്? HR ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, സ്റ്റാഫുകളെ ഓവർസീ ചെയ്യുന്നത് HR ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. അപ്പൊ ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി ആ ഓവർസീയിങ് എന്ന് പറയുന്നത്, ആ മേൽനോട്ടം എന്ന് പറയുന്നത് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാല് മുന്നത്തെ എന്താണ് പഞ്ചിങ് മെഷീൻ ഇപ്പൊ യൂസ് ചെയ്യാറുണ്ട് ഹോസ്പിറ്റലുകളിൽ അല്ലെ? എന്താണ് സ്റ്റാഫുകൾ വരുന്ന ടൈം ആണെങ്കിലും പോകുന്ന ടൈം ആണെങ്കിലും ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി അത് ട്രാക്ക് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് അല്ലെ? അപ്പൊ ഇതിനു മുന്നുള്ള അവസ്ഥ എങ്ങനെയായിരുന്നു? ആരായിരുന്നു ഇത്തരം കാര്യങ്ങൾ ചെക്ക് ചെയ്തിരുന്നത്? ഹെഡ് നേഴ്സ്. ഒരു സ്റ്റാഫ് ഉണ്ടായിരിക്കും ഇത്തരം കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതിനുള്ള ഒരു പെർട്ടിക്കുലർ സ്റ്റാഫ് ഉണ്ടായിരിക്കും. അവരായിരിക്കും ഇത്തരം കാര്യങ്ങളിൽ മേൽനോട്ടം വഹിക്കേണ്ടത് അല്ലെ? അപ്പൊ അവരുടെ ഡ്യൂട്ടി എന്താണ്? ഈസി ആക്കുന്നുണ്ട്. ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് അവരുടെ ഡ്യൂട്ടി ഈസി ആയിട്ട് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അവർ വരുന്നതും പോകുന്നതും എല്ലാം എന്താണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്, ട്രാക്ക് ചെയ്യപ്പെടുന്നുണ്ട്. ക്ലിയർ ആണോ? അതേപോലെ തന്നെ അതിൽ എന്തെല്ലാം നമ്മുടെ ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി സ്റ്റാഫുകളുടെ എന്താണ് അവരുടെ ജോബുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും എല്ലാവരും എന്താണ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സോ ഒരു ഹോസ്പിറ്റൽസിലെ ഒരു മാനേജ്മെന്റിന് ഒരു സ്റ്റാഫിന്റെ ഒരു പെർട്ടിക്കുലർ സ്റ്റാഫിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ സോഫ്റ്റ്വെയറിന് മുന്നായിരുന്നെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഓരോ ഫയലും എടുത്ത് അതിന്റെ ഡീറ്റെയിൽസ് നോക്കണം വേണ്ടേ? പക്ഷെ സോഫ്റ്റ്വെയർ വന്നതോടുകൂടി എന്താണ് അവരുടെ പേര് അടിച്ചു കൊടുത്താൽ തന്നെ എന്താണ് എല്ലാ ഡീറ്റെയിൽസും അവരുടെ സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, ജോബുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എന്താണ് ആ സോഫ്റ്റ്വെയറിൽ വരുന്നതാണ്. സോ ആ സ്റ്റാഫുകൾക്ക് എന്താണ് ഇത് യൂസ് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ഈസി ആയിട്ട് എന്താണ് സ്റ്റാഫിന്റെ ആണെങ്കിലും മറ്റ് വർക്കേഴ്സിന്റെ ആണെങ്കിലും ഡീറ്റെയിൽസ് അറിയാനായിട്ട് കഴിയുന്നതാണ്. അതിനുവേണ്ടി സോഫ്റ്റ്വെയർ ഹെൽപ്ഫുൾ ആണ്. ക്ലിയർ ആണോ? ഇത് സ്റ്റാഫ് മാനേജ്മെന്റ്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ സപ്ലൈ മാനേജ്മെന്റ് ഒരു 11 മാനേജ്മെന്റുകൾ വരുന്നുണ്ട്, അതിന്റെ കമ്പോണൻസ് വരുന്നുണ്ട്. അത് റീഡ് ചെയ്തിട്ട് വേണം വരാനായിട്ട്. സപ്ലൈ മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഇൻഷുറൻസ് മാനേജ്മെന്റ്, ലബോറട്ടറി മാനേജ്മെന്റ്, റിപ്പോർട്ട് മാനേജ്മെന്റ്, വാക്സിനേഷൻ മാനേജ്മെന്റ് ആൻഡ് ദ ലാസ്റ്റ് വൺ സപ്പോർട്ട് മാനേജ്മെന്റ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സ്റ്റാഫ് മാനേജ്മെന്റ് വരെ. സോ സ്റ്റാഫ് മാനേജ്മെന്റ് ക്ലിയർ ആണോ? സ്റ്റാഫുകളെ മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി എന്താണ് ഈസിലി ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. സോ എന്തായിരുന്നു ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എന്താണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം? എന്തായിരുന്നു? ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ പ്രോസസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. എന്തൊക്കെയായിരിക്കും അത്? ക്ലിനിക്കൽ പ്രോസസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്? ബില്ലിംഗ്, ഹിസ്റ്ററി, ഹെൽത്ത് ഹിസ്റ്ററി, എന്താണ് മെഡിക്കൽ ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഡോക്ടേഴ്സിന്റെ ടൈം ഷെഡ്യൂൾ ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ബില്ലിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, ഇതെല്ലാം ഇത്തരം കാര്യങ്ങൾ എന്താണ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ആണെങ്കിലോ?
ക്ലിനിക്കൽ പ്രോസസ്സിനൊപ്പം തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസും അതുപോലെ ഫിനാൻഷ്യൽ ഫങ്ഷൻസ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്ന സോഫ്റ്റ്വെയർ. അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് മാനേജ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ അതിന്റെ കമ്പോണൻസ് ഏതൊക്കെയായിരുന്നു? അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്? ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് അവർക്ക് എന്തൊക്കെ ചെയ്യാം ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോടുകൂടി? അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട് കഴിയുന്നതാണ് അല്ലെ? അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ്. എന്താണ് അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ്? എന്താണ് അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല്? 68% പേഷ്യൻസും ഓൺലൈനായിട്ടാണ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ വെബ്സൈറ്റിൽ കയറി സ്വയം അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് എടുക്കാം, സെക്കൻഡ് നമ്മുടെ ഡിസീസ് ഷെയർ ചെയ്യാം, പിന്നെ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ ലിസ്റ്റ് എടുക്കാം. അതിൽ നിന്ന് ഡോക്ടേഴ്സിന്റെ നെയിം നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. എന്തെങ്കിലും ആശയക്കുഴപ്പം ഉണ്ടെങ്കിൽ നമ്മുടെ കൺവീനിയന്റ് ടൈം സ്ലോട്ട് നമുക്ക് തന്നെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതിനുശേഷമുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നെക്സ്റ്റ് പേഷ്യന്റ് പോർട്ടൽ വഴി നമുക്ക് നമ്മുടെ മെഡിക്കൽ ഡോക്യുമെന്റ്സ് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതാണ് അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കമ്പോണൻസ് ആയിരുന്നു പേഷ്യന്റ് മാനേജ്മെന്റ്. ഒരു സോഫ്റ്റ്വെയറിന്റെ നമ്മൾ പറഞ്ഞ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് എന്താണ് ചില കാര്യങ്ങൾ പേഷ്യന്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ എന്താണ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ പേഷ്യന്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട്? അഡ്മിഷൻ മുതൽ ഡിസ്ചാർജ് വരെയുള്ള കാര്യങ്ങളുള്ള സോഫ്റ്റ്വെയർ ആണ് പേഷ്യന്റ് മാനേജ്മെന്റ്. അതുപോലെ തന്നെ മെഡിക്കൽ ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യാനും ബില്ലിങ്ങിനും ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസിനും ഇൻഷുറൻസ് ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്നു. പേഷ്യൻസിന് ഓരോ യൂണിക് അഡ്മിഷൻ നമ്പർ കൊടുക്കുന്നു. ഡിസ്ചാർജ് സമ്മറി ക്രിയേറ്റ് ചെയ്യാനും ഈ സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡിസ്ചാർജ് സമ്മറി ക്രിയേറ്റ് ചെയ്യാനും അതേപോലെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം എന്താണ് ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സോഫ്റ്റ്വെയറിനോടൊപ്പം തന്നെ മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ആ സിസ്റ്റം കൂടി കണക്ട് ചെയ്യുകയാണെങ്കിൽ പേഷ്യൻസിന് എന്താണ് ഓട്ടോമാറ്റിക് ആയിട്ട് മെസ്സേജസ് എന്താണ് ലഭിക്കുന്നതാണ്. ലാബ് ടെസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടതാണെങ്കിലും അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ കാണുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ റിമൈൻഡ് ചെയ്യിപ്പിക്കാനായിട്ടുള്ള മെസ്സേജസ് ലഭിക്കുന്നതാണ്. ആൻഡ് തേർഡ് വൺ ആണ് ഫെസിലിറ്റി മാനേജ്മെന്റ്. എന്താണ്? ബെഡ് അവൈലബിലിറ്റിയും റൂം അവൈലബിലിറ്റി ഒക്കെ അറിയാനായി പേഷ്യന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ. ഫെസിലിറ്റീസ് എന്താണ് ഫെസിലിറ്റീസ് ലഭ്യമാണെന്ന് അറിയുന്നതിന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാവുന്നതാണ്. ആൻഡ് ഫോർത്ത് വൺ ആയിരുന്നു സ്റ്റാഫ് മാനേജ്മെന്റ്. എന്തായിരുന്നു സ്റ്റാഫ് മാനേജ്മെന്റ്? സ്റ്റാഫിന്റെ ഫങ്ഷൻസ് എല്ലാം ഓവർസീ ചെയ്യുന്ന സോഫ്റ്റ്വെയർ. അതുപോലെ തന്നെ സ്റ്റാഫിന്റെ ഡീറ്റെയിൽസ്, അവരുടെ സർവീസ്, ജോബുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഈസി ആയിട്ട് അറിയാനായി ഈ സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യും. സ്റ്റാഫിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അറിയാനായിട്ട് ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോടുകൂടി കഴിയുന്നതാണ്. സോ ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങൾ? സ്റ്റാഫ് മാനേജ്മെന്റ് വരെ ക്ലിയർ ആണോ എല്ലാവർക്കും? സോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ബാക്കി വരുന്ന മാനേജ്മെന്റിന്റെ കമ്പോണൻസിന്റെ അതെല്ലാം എന്താണ് റീഡ് ചെയ്തിട്ട് വേണം വരാനായിട്ട്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ ഞാൻ ക്ലാസ് ലീവ് ചെയ്തോട്ടെ? Then okay, bye.